മൈക്രോസോഫ്റ്റ് വേർഡിലെ എല്ലാവരും പ്രയാസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് മൾട്ടി ലെവൽ ലിസ്റ്റ്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ബുള്ളറ്റ്സ്, നമ്പറിങ്, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പല മൾട്ടി ലെവൽ ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിനകത്തെ ആദ്യത്തെ ഒരു ലിസ്റ്റ് സെലക്ട് ചെയ്യാം. അതായത് ആ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആദ്യം വരുന്നത് 1 ആണ്, അത് കഴിയുമ്പോൾ എ ആണ്, അത് കഴിഞ്ഞിട്ട് ഐ. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും 1, എ, ഐ, അങ്ങനെ ആയിരിക്കും അത് പോകുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. സാധാരണ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ബുള്ളറ്റ്സ് അല്ലെങ്കിൽ നമ്പറിങ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ഈ ഒരു മൾട്ടി ലെവൽ ലിസ്റ്റ് വരുന്നത്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പം ഒരെണ്ണം വന്നു, എൻ്റർ അടിച്ചു, അടുത്തത് വന്നു. അതായത് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ കണ്ടത് 1 ഉണ്ടായിരുന്നു, അതിനുശേഷം എ ഉണ്ടായിരുന്നു, അതിനുശേഷം റോമൻ നമ്പർ ആയിരുന്നു. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം മൾട്ടി ലെവൽ ലിസ്റ്റിൽ ഒരെണ്ണം ചൂസ് ചെയ്തു. ദെൻ നമുക്ക് വേണ്ട കാര്യം ടൈപ്പ് ചെയ്തു. എൻ്റർ അടിച്ച് കഴിഞ്ഞപ്പോൾ 1, 2 ആണ് വന്നത്, പക്ഷെ നമുക്ക് എ അല്ല വന്നത്. അത് വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡിലെ ടാബ് എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൾട്ടി ലെവൽ ലിസ്റ്റിലെ രണ്ടാമത്തെ കാര്യം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്തു. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ എയുടെ ബാക്കി ബി ആണ് വരുന്നത്, പക്ഷെ നമുക്ക് റോമൻ നമ്പർ ആയിരുന്നു വരേണ്ടത്. അപ്പൊ അത് വരാനായിട്ട് വീണ്ടും ചെയ്യേണ്ട കാര്യം കീബോർഡിലെ ടാബ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത മൾട്ടി ലെവൽ ലിസ്റ്റിലെ നമുക്ക് റോമൻ നമ്പർ വന്നിട്ടുണ്ട്. ഇനി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് പുറകിലോട്ട് പോകണം. അതായത് നമ്മൾ ഈ ഒന്നാമത്തെ കമ്പ്യൂട്ടർ എന്ന് എഴുതിയതിന്റെ ബാക്കി രണ്ടാമത്തേതിലോട്ട് പോകണമെങ്കിൽ നിൽക്കുന്നിടത്തൊന്ന് ബാക്കിലോട്ട് പോകാൻ ഷിഫ്റ്റ് കീയും ടാബും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഒന്ന് പ്രസ് ചെയ്തപ്പം നമ്മൾ നിൽക്കുന്നതിന്റെ ബാക്കിലോട്ടാണ് വന്നത്. അതായത് എയുടെ ബാക്കിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയും പുറകിലോട്ട് വരണമെങ്കിൽ വീണ്ടും നമ്മൾ ഷിഫ്റ്റും ടാബും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടി ലെവൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രയാസമൊന്നുമില്ല. നമ്മളത് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പൊ അതാണ് അതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. തൊട്ട് അടുത്തതിലോട്ട് പോകാൻ ടാബ് പ്രസ് ചെയ്യുക, തൊട്ട് പുറകിലോട്ട് വരാൻ ഷിഫ്റ്റും